ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ ഇത് ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാട്ടി അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നാരങ്ങ വാട്ടാനും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നമുക്കിത് അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് നല്ലെണ്ണയാണ്. ആവശ്യത്തിനുള്ള കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നമുക്ക് കടുകിടാം, കുറച്ച് ഉലുവ. അപ്പോൾ ഇതിൽ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല, വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചി വേണ്ടുന്നവർക്ക് ഇഞ്ചി ചേർത്ത് തന്നെ തയ്യാറാക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മൂപ്പി. അപ്പോൾ അരപ്പ് നന്നായിട്ട് മൂത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം. കായം ചേർത്ത് നമ്മൾ നാരങ്ങ ഉപ്പ് വരട്ടി വെച്ചേക്കുന്നതാണ്, എന്നാലും കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നമുക്ക് അതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചാറൊക്കെ ആ കായമൊക്കെ അലിഞ്ഞ് ചേർന്ന് എണ്ണ തെളിയട്ടെ. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാരങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഈ അച്ചാർ നമ്മൾ തയ്യാറാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഇത്തിരി ചാറോട് കൂടിയാണ് ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ചാറ് വെക്കാതെ ചെയ്യാനാണെങ്കിൽ നമ്മൾ എല്ലാം മൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നാരങ്ങയും ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരല്പം വിനാഗിരി ചേർത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോ നാരങ്ങയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നാരങ്ങയുടെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മൾ ചേർക്കുന്ന സ്പൈസസിൻ്റെ അളവുകൾ കൂട്ടിയെടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാറോട് കൂടിയുള്ള അച്ചാർ തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് ഇത്തിരി ജ്യൂസി ആയിട്ടൊക്കെ ഉള്ള അച്ചാറാണ്. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് അരപ്പൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഇഞ്ചി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കറിവേപ്പിലയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം വെച്ചിരിക്കാനായിട്ടുള്ള അച്ചാറായതുകൊണ്ട് ഞാൻ അതിനകത്തുനിന്ന് കറിവേപ്പിലയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.